ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ടാകും. അവരിപ്പോഴും ഈ സമരപന്തലിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും വിശാലമായിട്ടുള്ള സമരപന്തലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത് പൂർണ്ണമായും തന്നെ പൊളിച്ചു നീക്കിയിരിക്കുകയാണ്. ഡൽഹി പോലീസ് മാധ്യമങ്ങളെ പോലും ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്കറിയാം, സോനം വാങ്ചുക്കിന് 2 ദിവസം മുമ്പ് പൂർണ്ണമായും വെള്ള ഷീറ്റ് മറച്ചുകൊണ്ടായിരുന്നു പോലീസ് ഇവിടെ നിന്നും ബലമായിക്കൊണ്ട് സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് ഈ പ്രതിഷേധത്തെ തകർക്കാനുള്ളൊരു നീക്കം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളൂ. എന്തായാലും ഇപ്പോൾ ജന്തർ മന്ദിർ പൂർണ്ണമായിട്ടും പോലീസിൻ്റെ വളയത്തിലാണ്. അത് ഈ പ്രതിഷേധക്കാരെ ഒക്കെ തന്നെയും ഇവിടെ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു. ഈ പന്തലുകൾ അത് പൂർണ്ണമായും നീക്കം ചെയ്യുകയാണ്. മറ്റൊന്ന്, ഇവിടെ ഉണ്ടായിരുന്ന ഈ ടാർപോളിനുകളൊക്കെ തന്നെയും ശക്തമായിട്ടുള്ള മഴയിൽ ഉണ്ടായിരുന്നതാണ്. അതോടൊപ്പം ദൃശ്യങ്ങളിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ വൈദ്യസഹായം നൽകുന്നതിന് ഡോക്ടർമാരുടെ ഒരു വലിയ സംഘം തന്നെ ഉണ്ടായിരുന്നു. അവർ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിരുന്നു. അവരുടെ മരുന്നുകളൊക്കെ തന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോലീസുകാർ അവരെ ഒഴിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ശൂന്യമാണ് ഡൽഹിയിലെ ജന്തർ മന്ദിർ എന്ന് പറയുന്നത്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് 23 ദിവസമാണ് CJP ഇവിടെ സമരമിരുന്നത്. നിരാഹാര സമരമിരുന്നത്. മറ്റൊന്ന്, 1 മാസമാണ് CJP ഇവിടെ സമരം നടത്തിയത്. 1 മാസത്തിന് ശേഷം ഡൽഹി പോലീസും കേന്ദ്ര സർക്കാരും ഈ പ്രതിഷേധത്തെ പൂർണ്ണമായും അടിച്ചമർത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ വിജനമാണ് ജന്തർ മന്ദിർ. ഡൽഹി പോലീസും സേനാ വിഭാഗങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരും മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഈ ഇത്തരത്തിൽ പന്തൽ കെട്ടിയിരുന്ന സാമഗ്രികളൊക്കെ തന്നെയും പൂർണ്ണമായും ഇവിടെ നിന്ന് ഞൊടിയിടയിൽ പോലീസ് നീക്കം ചെയ്യാനുള്ള ശ്രമത്തിലാണ്. പൂർണ്ണമായും ഇത് നീക്കം ചെയ്യണമെന്നുള്ള നിർദ്ദേശം ഡൽഹി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഡൽഹി പോലീസ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇനി CJPയുടെ പ്രതിഷേധം എങ്ങനെയാകുമെന്നുള്ളതും ഏറെ നിർണായകമായിട്ടുള്ളതാണ്. അഭിജിത് ദീപ്കെ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും സമരമുഖത്ത് ഉണ്ട്. മറുവശത്ത്, അതായത് നിലവിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സമരപന്തലായിരുന്നു. മറുവശത്ത് ഇപ്പോഴും സേനാ വിഭാഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പോലീസുകാരുണ്ട്. പ്രതിഷേധക്കാർ ഇപ്പോഴും തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, കൊണാട്ട് പ്ലേസ്, പാർലമെന്റ് സ്ട്രീറ്റ് എന്നീ മേഖലകളിൽ ഇപ്പോഴും പ്രതിഷേധക്കാർ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ വലിയ സമരം രാജ്യതലസ്ഥാനത്ത് അരങ്ങേറുമ്പോഴാണ് ഡൽഹിയിലെ ജന്തർ മന്ദിർ, സമാധാനാന്തരീക്ഷത്തിൽ സമരം നടത്തിയിരുന്ന ഈ ജന്തർ മന്ദിർ ഇപ്പോൾ പൂർണ്ണമായും സമരപ്പന്തൽ പൂർണ്ണമായും ഡൽഹി പോലീസ് പൊളിച്ചു നീക്കിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ഇമ്രാൻ അൻസാരിക്കൊപ്പം റഷീദ് ബിൻ മുഹമ്മദ്, മീഡിയ 1.